കാണാൻ പറ്റുന്നു. Okay. Human resource management's last ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. Management techniques designed to increase motivation. Employees എന്തൊക്കെ തരത്തിലുള്ള മോട്ടിവേഷൻസ് കൊടുത്താലാണ് ഒരു ഓർഗനൈസേഷൻസിൽ എംപ്ലോയീസിനെ കംഫർട്ടബിൾ ആയിട്ട് നിർത്താൻ സാധിക്കും അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് പറഞ്ഞു, നോൺ ഫിനാൻഷ്യൽ പറഞ്ഞു, സ്റ്റാഫ് സ്പ്രൈഡ്, കോമ്പറ്റീഷൻ ഇവിടെ വരെ പറഞ്ഞില്ലേ? Yes. In delegation of authority. Delegation of authority. Hari Krishnan class illundo? Hari class illundo? എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാല്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ മീൻസ് ഉത്തരവാദിത്വം അല്ലെ. എന്താണ്? ഡെലിഗേഷൻ ഓഫ് എ സബ്സ്റ്റാൻഷ്യൽ amount of responsibility to carry out a given task often proves to be a strong motivating force. എന്താണ്? ഒരു എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് എന്താണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സാധിക്കുന്ന തരത്തിലുള്ള കുറച്ച് എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എംപ്ലോയീസിന് കൊടുക്കും. അപ്പൊ അവർക്ക് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രോങ് ആയിട്ട് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള മാത്രം റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ട് അപ്പൊ എന്താണ് അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനും പറ്റുകയും ചെയ്യും. അവർക്കൊരു മോട്ടിവേഷൻ കൂടിയാവും. ആ ഉത്തരവാദിത്വം താൻ ചെയ്ത് തീർത്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് ടാസ്കുകൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അവർ എത്രത്തോളം കാര്യക്ഷമമായി ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ടാസ്ക് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എത്രത്തോളം ഭംഗിയായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും, അത് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ വർക്ക് തനിക്ക് തന്ന വർക്ക് തനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ള രീതിയിൽ അവർക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം കിട്ടുന്നു. പിന്നീട് ഉത്തരവാദിത്തങ്ങൾ ഓർഗനൈസേഷൻ തന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആർക്കുണ്ടാകുന്നു? എംപ്ലോയീസിന് ഉണ്ടാകാനായിട്ടുള്ള ഒരു ടെക്നിക്സ് ആണ് എന്താ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് കൊടുക്കാനുള്ളൊരു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് എംപ്ലോയീസിന് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും മാത്രമേ അവർക്ക് അവിടെ കൊടുക്കുന്നുള്ളൂ. അതൊരു മോട്ടിവേഷൻ ഫോഴ്സസ് ആണ് കേട്ടോ. കുറച്ചും കൂടി അവർ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ടെക്നിക് ആണത്. ഓക്കെ, അവരെ അവിടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഡെലിഗേഷൻ ഓഫ് എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി to carry out a given task often proves to be a strong motivating force. Okay, അപ്പൊ നിശ്ചിതമായിട്ടുള്ള കുറച്ച് ടാസ്കുകൾ കൊടുത്തിട്ട് അവരത് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്ത് തീർക്കുന്നുണ്ടോ, ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരവാദിത്തങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് മാത്രം അണ്ടർലൈൻ ചെയ്യാം. Amount of responsibility to carry out a given task often proves to be a strong motivating force. ഇത് അണ്ടർലൈൻ ചെയ്തതാട്ടോ. Okay. Next, participation. അടുത്ത ടെക്നിക്സ് ആണ് എന്താ? പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം അല്ലെ. It implies both the physical and mental involvement of the people in an activity, particularly in that of decision making. Participation എന്താണ്? പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം അല്ലെ. അതായത് ഒരു
ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ അല്ലെ, അതായത് ഒരു പ്രവർത്തനത്തിന് പ്രത്യേകം തീരുമാനങ്ങൾ എടുക്കുന്നതിനായിട്ട് അത് ചെയ്യുന്നതിന് അവരുടെ ആദ്യമായിട്ട് എന്ത് വേണം, ഒരു ഫിസിക്കലും മെന്റലി ആയിട്ടൊരു പങ്കാളിത്തം വരും അല്ലെ, ഇൻവോൾവ് ചെയ്തിരിക്കും. മെന്റലി ഫിസിക്കലിയും അവരെ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ ആ ഒരു ഏത് വർക്കായാലും അത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു എംപ്ലോയിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പങ്കാളിത്തത്തിനാണ് എന്ത് പാർട്ടിസിപ്പേഷൻ എന്ന രീതിയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലെ, വെറുതെ ഒരാൾ അവിടെ പോയി വർക്ക് ചെയ്യാൻ പാടില്ല, അതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഒരു മെന്റലി ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വർക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്ന തരത്തിലും അവർക്ക് എന്താണ് ഒരുപാട് റിവാർഡ്സ് നമ്മൾ കൊടുക്കില്ല, റിവാർഡ്സ് മറ്റു ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് ആ ജോലിയോട് ഒരു താല്പര്യം തോന്നുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രം എന്താണ് അവർക്ക് അവിടെ ഫിസിക്കലി ആയിട്ട് മെന്റലി ആയിട്ട് അവിടെ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് മാത്രമല്ല ചുറ്റുമുള്ള ഒരു അന്തരീക്ഷം അല്ലെ, വർക്കിംഗ് എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം, അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിലാണെങ്കിൽ മാത്രമേ ഫിസിക്കലി അവിടെ എൻഗേജ്ഡ് ആയിട്ടും മെന്റലി എൻഗേജ്ഡ് ആയിട്ടും അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ജോബ് എൻലാർജ്മെന്റ്. ജോബ് എൻലാർജ്മെന്റ് എന്താണ് എൻലാർജ് ചെയ്യാന്ന് പറഞ്ഞാല്? ജോബ് എൻലാർജ്മെന്റ് യെസ്, തൊഴിൽ വിപുലീകരണം അല്ലെ, തൊഴിൽ വിപുലീകരണം. It is the process of increasing the communication of the job with a view to appealing to the high order needs of workers. Job enlargement is a horizontal expansion of duties and tasks across the same organizational level. Job enlargement എന്താണ്? അതായത് തൊഴിലാളികളുടെ ആവശ്യാനുസരണം അവരെ എന്താണ് ആ തൊഴിലുകൾ വീതിച്ചു കൊടുക്കുക അല്ലെ, തൊഴിലുകൾ വിഭജിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്താ ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് തൊഴിലാളികളുടെ ഉയർന്ന ഓർഡർ ആവശ്യത്തിനായിട്ട് അപ്പീലിന് വേണ്ടിയിട്ട് എന്താണ് ജോലിയുടെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് എന്ത് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ജോലിയുടെ സങ്കീർണതകൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ത് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. Increasing the complication of the job with a view to appealing to the higher order needs of workers. എന്താണ് അതായത് തൊഴിലാളികളുടെ ഹയർ ഓർഡർ ആവശ്യങ്ങൾക്കായിട്ടാണ് എന്ത് ഈ ജോബ് എൻലാർജ്മെന്റ് ചെയ്തു കൊടുക്കുന്നത്. ജോലിയുടെ സങ്കീർണതകള് വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്ത് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഒരു ഓർഗനൈസേഷന്റെ ചുമതലകളുടെ ഒരു പ്രക്രിയയാണ് എന്ത് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊരു ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തിരശ്ചീനമായിട്ടുള്ള ഒരു വിപുലീകരണമാണ്. എല്ലാവർക്കും തിരശ്ചീനമായിട്ട് ഹൊറിസോണ്ടലി ആയിട്ട് ഓരോ വർക്കേഴ്സ് ടാസ്കുകൾ വിപുലീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഈക്വൽ ആയിട്ട് അവർക്ക് ഇങ്ങനെ വിഭജിച്ചു കൊടുക്കും. ഓക്കെ, horizontal expansion of duties and tasks across the same organizational level. Okay. Next, job rotation. എന്താണ് job rotation? It indicates shifting an employee from one job to another so as to reduce monotony and boredom. Yes, എംപ്ലോയീസിനെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് ഇതിന് വേണ്ടിയിട്ട് മൊണോട്ടോണി ആൻഡ് ബോർഡം എന്ന് വെച്ചാൽ എന്താണ് ഒരു ഏകത്വം അല്ലെ, ആൾക്ക് ഒറ്റയ്ക്കായി തോന്നാൻ പാടില്ല, ആൾക്കൊരു വിരസത തോന്നാൻ പാടില്ല, ചെയ്യുന്ന വർക്കിനോടൊരു താല്പര്യം തോന്നില്ല, ബോറടിക്കാനായിട്ട് പാടില്ല. അപ്പൊ ആൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു പൊസിഷൻസിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ആളെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് job rotation. To increase the skill and knowledge of the employee about related jobs is the main objective of job rotation. Job rotation main objective എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ് ജോബ് റൊട്ടേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല്? ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ആളെ മാറ്റുന്നതിനൊരു ടെക്നിക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ്? യെസ്, ടു ഇൻക്രീസ് ദ സ്കിൽ ആൻഡ് നോളജ് അല്ലേ? ആളുടെ ആ ജോലി വൈദഗ്ധ്യവും അറിവും വർദ്ധിപ്പിക്കുക എന്നതാണ് ആ ജോലിയിൽ നിന്ന് അയാളെ മറ്റൊരു ജോലിയിലേക്ക് മാറ്റുന്നതിനുള്ള പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ? സ്കിൽ ആൻഡ് നോളജ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആളെ മറ്റൊരു പൊസിഷൻസിലേക്ക് ആളെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, ജോബ് റൊട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് മോണോട്ടണി ആൻഡ് ബോർഡം. ആളിൽ നിന്ന് ഒരു വിരസതയും ഏകത്വവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആളെ മറ്റൊരു ജോബിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് മാറ്റുന്നത്. ദെൻ അത് മാത്രമല്ല, അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഇൻക്രീസ് ദ സ്കിൽ ആൻഡ് നോളജ് ഓഫ് ദ എംപ്ലോയി അബൌട്ട് റിലേറ്റഡ് ജോബ്. ദിസ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ജോബ് റൊട്ടേഷൻ. ആളുടെ സ്കില്ലും നോളജും ഇതോടൊപ്പം വർദ്ധിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് എന്ത്? ജോബ് റൊട്ടേഷൻ അഥവാ തൊഴിൽ. നെക്സ്റ്റ്, ജോബ് എൻറിച്ച്മെന്റ്. എന്താണ് ജോബ് എൻറിച്ച്മെന്റ്? It is a form of changing or improving a job so that work is likely to be more inspired. It is a vertical expansion of the roles, responsibilities and authority. Enrich ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് എൻറിച്ച് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു ജോലി മാറ്റുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ട് അല്ലെ, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? ജോബ് എൻറിച്ച്മെന്റ് ചെയ്യപ്പെടുന്നത് അല്ലെ? ജോലി സമ്പുഷ്ടമാക്കാനായിട്ട്, ജോലിനെ കുറച്ചുകൂടി ഫുൾഫിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ആളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? വർക്കേഴ്സിനെ വിഭജിച്ചു കൊടുക്കുന്നത്. ഓക്കെ, It's a vertical expansion of roles. എന്തൊക്കെയാണ് അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്? റോൾസ് അല്ലെ? അവരുടെ ഓരോരോ റോളുകള്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റീസ്, ഇത്തരം കാര്യങ്ങളാണ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. Employees is provided with the opportunity for greater recognition, advancement, growth and responsibility. അപ്പോ ജോബ് എൻറിച്ച് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് എന്തൊക്കെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? Opportunity for greater recognition. അവർക്ക് നല്ലൊരു റെക്കഗ്നേഷൻ ഉണ്ടായിരിക്കും, അഡ്വാൻസ്മെന്റ് ഉണ്ടായിരിക്കും. Then growth and responsibilities, ഈ ജോബ് എൻറിച്ച്മെന്റ് നടത്തുന്നതിലുള്ളവർക്ക് ഉണ്ടാകുന്നതായിരിക്കും അല്ലെ? അതായത് ഒരു പൊസിഷനിൽ തന്നെ കംപ്ലീറ്റ് തുടർന്നാൽ എന്താണ്? അവർക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എന്താണ്? അവർക്ക് മെച്ചമായി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ എന്താണ്? അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനും ജോലിയോടൊരു റെസ്പോൺസിബിലിറ്റിയോട്, ഉത്തരവാദിത്തത്തോട് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത എല്ലാ എംപ്ലോയീസിനും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും സ്വമേധയാ വർദ്ധിക്കുന്നതായിരിക്കും. The goal of job enrichment. ജോബ് എൻറിച്ച്മെന്റിന്റെ ഗോൾ എന്താണ്? ജോലി സമ്പുഷ്ടമാക്കുന്നതിന്റെ ഗോൾ എന്താണ്? പ്രധാന ലക്ഷ്യം എന്താണ്? It's not just to make the worker more valuable, but turn every employee into a manager. ഓരോ ജീവനക്കാരെയും ഒരു മാനേജർ ആക്കി മാറ്റുക എന്നതാണ് എന്ത്? ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ? ഓരോരോ ജോലികൾ അവർക്ക് വിഭജിച്ച് കൊടുക്കുക മാത്രമല്ല, ആ ജോലിയിലെ സ്കിൽ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വർദ്ധിക്കുന്നതിനോടൊപ്പം അവരിൽ എന്താണ് ഡെവലപ്പ് ആയിരിക്കുന്നത്? ആ ഒരു ഓർഗനൈസേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെ? ഒരു മാനേജർ പൊസിഷൻസിലേക്ക് മാറാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഓരോ മോട്ടിവേഷൻസ് പൊസിഷൻ ടെക്നിക്സ് ഉപയോഗിച്ചും അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ജോബ് എൻറിച്ച്മെന്റിലാണ് ആ ഒരു ലാസ്റ്റ് ഭാഗം എത്തുന്നത്. ആളെ ഒരു മാനേജർ പൊസിഷൻസിലേക്ക് അല്ലെ? ഓരോ ജീവനക്കാരെയും ഒരു മാനേജർ പൊസിഷൻസിലേക്ക് മാറ്റാനായിട്ട്
ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്, ഒരു ജോബ് എൻറിച്ച്മെന്റ് എന്ന ഒരു ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു ടെക്നിക്കിന് ശേഷമാണ് എന്താണ് ഓരോ എംപ്ലോയീസിനെയും ഓരോ മാനേജറാക്കി മാറ്റുന്ന ഒരു പൊസിഷൻസിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് എൻറിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? It's a form of changing or improving job. അല്ലെ, changing or improving a job for more inspired. ഒരു ജോലി മാറ്റുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ടാണ് എന്താ ജോബ് എൻറിച്ച്മെന്റ് ചെയ്യുന്നത്. ആളുടെ റെസ്പോൺസിബിലിറ്റീസോ മറ്റ് എന്താണ് വലിയോ യെസ്, ദി ഗോൾ ഓഫ് ജോബ് എൻറിച്ച്മെന്റ് എന്താണ്? ഗോൾ എൻറിച്ച്മെന്റിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് യെസ്, എവറി എംപ്ലോയീസ് എ മാനേജർ അല്ലെ. എല്ലാ എംപ്ലോയീസിനെയും ഒരു മാനേജർ പൊസിഷൻസിലേക്ക് മാറ്റുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യമാണ് ജോബ് എൻറിച്ച്മെന്റിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്നോട് പറഞ്ഞു വരാം കേട്ടോ, ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. നെക്സ്റ്റ് റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് എന്താണ്? റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറയാം, ആളെ ഒന്ന് ബലപ്പെടുത്തുക അല്ലെ. റീഇൻഫോഴ്സ് ചെയ്തൊന്ന് മോട്ടിവേഷന്റെ മറ്റൊരു ടേം തന്നെയാണ് എന്താ റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. അതായത് എ പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഈസ് റീഇൻഫോഴ്സ്മെന്റ്. ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ, ആൾക്ക് ആ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക, കുറച്ചുകൂടി പ്രചോദനം കൂട്ടിക്കൊടുക്കുക എന്ന് പറയും. ഇറ്റ്സ് എ ബേസ്ഡ് ഓൺ ടു പ്രിൻസിപ്പിൾസ്. റീഇൻഫോഴ്സ്മെന്റ് അതായത് ആളെ ഒരു എംപ്ലോയീസിനെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് രണ്ട് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തേത് എന്താണ്? ഫസ്റ്റ് വരുന്നത് ബേസ്ഡ് ഓൺ ടു പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പറഞ്ഞു തരാം. സി എന്നുള്ളത് അവിടെ നിങ്ങൾ വെട്ടണം. അത് ഞാൻ പറഞ്ഞുതരാം. Behavior which seems to lead a positive consequence tends to be repeated. എന്താണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവുന്ന സമയത്ത് ആൾ എന്താണ് ചെയ്യുന്നത്? ഒരു എംപ്ലോയില് പോസിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് കാണിക്കുന്ന പരിണിത ഫലങ്ങൾ കാണിക്കുന്ന സമയത്ത് ആൾക്ക് റിവാർഡ് കൊടുക്കുന്നു അല്ലെ. അതൊരു റീഇൻഫോഴ്സ്മെന്റ് ടെക്നിക്കാണ്. ആൾക്ക് റിവാർഡ് കൊടുക്കുക, ബെനിഫിറ്റ്സുകൾ കൊടുക്കുക, കോംപ്ലിമെന്റ്സുകൾ കൊടുക്കുക അല്ലെ. അതൊക്കെ കൊടുക്കുമ്പോൾ എന്താണ്? ആള് പോസിറ്റീവ് ആവുന്നത്, കുറച്ചുകൂടി ആൾക്ക് ആ ഒരു ജോലിയോട് ഉത്തരവാദിത്തങ്ങൾ വരുവാണ് അല്ലെ, ഇൻട്രസ്റ്റഡ് ആവുകയാണ് ആള്. എന്ത് കൊടുക്കുന്ന സമയത്ത്? പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ്? ഇനി ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ആൾക്ക് കൊടുക്കുന്നതെങ്കിലോ? വൈൽ ബിഹേവിയർ ദാറ്റ് സീംസ് ടു ലെറ്റ് പണിഷ്മെന്റ് കൊടുക്കുന്നത് അല്ലെ, സീംസ് ടു ലെറ്റ് ടു നെഗറ്റീവ് കോൺസിക്വൻസ് ടെൻഡ്സ് നോട്ട് ബി റിപ്പീറ്റഡ്. എന്താണ് നെഗറ്റീവ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത്? അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അല്ലെ. രണ്ടും റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ ആൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ തുടങ്ങും. നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് കാണിക്കുകയാണെങ്കിൽ എന്താണ്? ആൾക്ക് പണിഷ്മെന്റ് കൊടുക്കും. പക്ഷെ അയാൾ അതിൽ നിന്ന് പിൻവാങ്ങുകയല്ല ചെയ്യുന്നത് അല്ലെ. കുറച്ചുകൂടി ഇനി ഒരു തെറ്റ് വരാതെ സൂക്ഷിക്കാനും അത് ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് എന്ത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അവർക്ക് എംപ്ലോയീസിന് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ആ തെറ്റ് പിന്നീട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് കാണുന്നില്ല. അവിടെ നേരെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് എഴുതാം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് എഴുതാം കേട്ടോ. ഇതൊരു ഹൈഫൺ ഇട്ടിട്ട് അങ്ങനെ എഴുതിക്കോ. റീഇൻഫോഴ്സ്മെന്റ് രണ്ട് ടൈപ്സിലാണുള്ളത്. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഒന്ന് രണ്ടാമത്തേത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. അത് മാത്രം പഠിച്ചാൽ മതി, ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. എന്താണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പവർഫുൾ മോട്ടിവേഷൻ ടൂൾ അല്ലെ. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രചോദന ടൂളാണ് എന്ത്? റീഇൻഫോഴ്സ് ചെയ്യാളെ കുറച്ചുകൂടി ബലപ്പെടുത്തുക എന്ന് പറയുന്നത് അല്ലെ. ആളെ കുറച്ചുകൂടി ആ ജോലി ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആക്കി മാറ്റാനായിട്ട് ഒരു ടെക്നിക്കാണ് എന്ത്? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ദെൻ നിങ്ങൾ സി എന്നുള്ളത് വെട്ടിക്കാട്ടോ, സി എന്നുള്ളതില്ല കേട്ടോ അവിടെ. Therefore, it is possible to influence people behaviors only by providing the properly scheduled rewards. എന്താണ്? Possibly influence people's behavior only by providing in the properly scheduled rewards. അതായത് ശരിയായ രീതിയിലുള്ള ഷെഡ്യൂൾഡ് റിവാർഡ്സുകൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, പീപ്പിൾസിന്റെ എംപ്ലോയീസിന്റെ ബിഹേവിയറിനത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് നമ്മൾ പോസിറ്റീവ് എൻഫോഴ്സ്മെന്റും നെഗറ്റീവ് എൻഫോഴ്സ്മെന്റും കൊടുക്കുന്നത് വഴി എന്താണ് വെട്ടാൻ പറഞ്ഞത് എന്താണോ, ഈ സി എന്നുള്ളത് വെട്ടിക്കോ കേട്ടോ. ഈ രണ്ട് പ്രിൻസിപ്പിളേ ഉള്ളൂ, സി എന്നുള്ളത് ഇല്ല അവിടെ. സി എന്ന് വെട്ടിക്കോ. ഇത് രണ്ടിനെങ്കിലും ഒരുമിച്ച് തന്നെ പറഞ്ഞേക്കുന്നതാണ്. സി എന്നുള്ളത് അവിടെ വേണ്ട. ഓക്കെ, അതിനാൽ ശരിയായ പ്രതിഫലം നൽകുന്നതിലൂടെ, ശരിയായ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്രതിഫലം നൽകുന്നതിലൂടെ മാത്രമേ ആളുകളുടെ പെരുമാറ്റത്തെ നമുക്ക് സ്വാധീനിക്കാനായിട്ട് സാധിക്കൂ എന്നാണ് പറയുന്നത്. നല്ല രീതിയിലുള്ള റിവാർഡ്സ് കൊടുത്താൽ മാത്രമേ അവരുടെ ആ ഒരു ബിഹേവിയറെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നാണ് റീഇൻഫോഴ്സ്മെന്റുകളിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള റിവാർഡ് കൊടുക്കുന്ന സമയത്ത് ആൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക അല്ലെ. നെഗറ്റീവ് പണിഷ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ആളെ എന്തിനു വേണ്ടിയിട്ടാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്, ആ ജോബ് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ അല്ല, തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ എംപ്ലോയീസിന് ആ നെഗറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പൊ എന്താണ്, അവർക്ക് പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ, റിവാർഡ്സ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവരുടെ പെരുമാറ്റത്തെ നമുക്ക് സ്വാധീനിക്കാനായിട്ട് സാധിക്കും എന്നാണ് റീഇൻഫോഴ്സ്മെന്റിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? ഹലോ, യെസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ലാസ്റ്റ് ടെക്നിക് ആണത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. It means different to different persons. It may mean opportunity for advancement, creative task and a successful career to a young entrant. Flexible hours. Under the system, the employees are free to choose within the certain limitations at what time they begin and quit their job each day. എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറഞ്ഞാല്, ഇതില് ഒരാളുടെ മാത്രമല്ല, ഒരു പേഴ്സണിന്റെ മാത്രമല്ല അല്ലെ, പല പേഴ്സൺസും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള പീപ്പിൾസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺസ്. യെസ്, ഇപ്പൊ ഒരു തൊഴിലിന്റെ ജീവിത നിലവാരം അല്ലെങ്കിൽ അത് എന്താണ് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് അല്ലെ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് വെറുതെ ചെയ്യാൻ പാടില്ല, നമ്മൾക്ക് അത് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ്സ് തരുന്നുണ്ടോ, എന്തെങ്കിലും നമുക്കൊരു എന്താണ് നമ്മൾക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്ത് വരുന്നുണ്ടോ എന്നും കൂടി നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ടെക്നിക്സുകളോട് അവിടെ വരുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു പല പല ടൈപ്സ് ഓഫ് പല പേഴ്സൺസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. It means opportunities for advancement, creative tasks and successful career to young entrants. അതായത് വ്യത്യസ്ത വ്യക്തികളായിരിക്കും എന്താ ഒരു ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർ എന്തിനാ അവിടെ വർക്ക് ചെയ്യുന്നത്, അവരുടെ കരിയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവരുടെ അവസരങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പിന്നെന്താണ് യങ് എൻട്രന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരെയാണ്,
സക്സസ്ഫുൾ കരിയർ ടു യങ് എൻട്രന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? യങ് എൻട്രൻസ്. യങ് ആരാണ്? യങ് ആരാണ്? ഒരു ഓർഗനൈസേഷനിൽ പണിയെടുക്കുന്നവരെല്ലാവരും പ്രായമുള്ള ആൾക്കാരായിരിക്കോ? പഴയ ആൾക്കാരായിരിക്കോ? എല്ലാ യുവാക്കൾ അല്ലെ, ജൂനിയേഴ്സ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് പുത്തൻ തലമുറകൾ അല്ലെ, അവർക്ക് അവരുടെ കൂടി ലൈഫ് അങ്ങനെയുള്ള കുറച്ച് പേരും കൂടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാകും അല്ലെ. അപ്പൊ അവർക്കും കൂടി കരിയർ ഇമ്പ്രൂവ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ടെക്നിക്സുകൾ കൂടി ആ ഒരു ഓർഗനൈസേഷനിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായി അല്ലെ. ചെറുപ്പക്കാർ, ന്യൂ എൻട്രൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ ഫ്രഷേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അവർക്കെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ വർക്കിന് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് കൊടുക്കും അവർക്ക് വേണ്ടിയിട്ട് അല്ലെ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് കൊടുക്കുന്നത്? അവരുടെ ജോലി കുറച്ചുകൂടി ബെറ്റർ സുഗമമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്ലെക്സിബിൾ അവേഴ്സ് ലിങ്ക്ഡ് സിസ്റ്റം. എംപ്ലോയീസ് ആർ ഫ്രീ ടു ചൂസ്. എന്താണ് അവർക്ക് എപ്പോ വേണമെങ്കിലും ആ ഒരു ടൈം, അവർക്ക് ഒരു ലിഷർ ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും. എത്ര വർക്ക് ആണെങ്കിലും ഇത്രയും ടൈമിൽ അവർക്ക് ഒരു ഫ്രീ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ജോബ് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ജോബ് ഈസി ആയിട്ട് ചെയ്യാനല്ല, അവർക്ക് ലിഷർ ടൈം ഉണ്ടായിരിക്കും. ഇനി കുറച്ച് ലിമിറ്റേഷൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിത്തിൻ സർട്ടൺ ലിമിറ്റേഷൻസ് അറ്റ് വാട്ട് ടൈം ദേ ബിഗിൻ ആൻഡ് ക്വിറ്റ് ദെയർ ജോബ് ഈച്ച് ഡേ. ഏത് സമയത്ത് വരണം, ഏത് സമയത്ത് ഇറങ്ങണം എന്നുള്ളൊരു ഫിക്സ്ഡ് ആയിട്ടൊരു ടൈം അവരുടെ ഇഷ്ടത്തിലുള്ള രീതിയിലും കൂടി സെറ്റ് ചെയ്യുന്ന തരത്തിലും എന്താണ് ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഒരു കോഫി കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റിനോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, അങ്ങനെ ഒരു പ്രത്യേക ടൈമിംഗ് പീരീഡ് അവർക്ക് അനുവദിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് അത് ഇഷ്ടമുള്ള സമയത്ത് അവർക്കത് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും അവർക്ക് അവരുടെ വർക്കും ലൈഫുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അല്ലാതെ വെറുതെ എല്ലാ ദിവസവും ജോലിക്ക് പോയി തിരിച്ചു വന്ന് അവിടെ ഒരു പണി എടുത്ത് തിരിച്ചു വരാന്നല്ല അല്ലെ. ഇങ്ങനെ കുറച്ചുകൂടി ടെക്നിക്സുകളോട് അവർക്ക് കൊടുത്താൽ മാത്രമേ എന്താണ് അവർക്ക് ജോലിക്ക് വരാൻ ഇഷ്ടം ഉണ്ടായിരിക്കുള്ളൂ, അവിടെ വർക്ക് ചെയ്യാൻ ഇഷ്ടം ഉണ്ടായിരിക്കുള്ളൂ. അവിടെ ഒരു മെന്റലി ഫിസിക്കലി ഒരു അറ്റാച്ച്മെന്റും ആ എംപ്ലോയീസിന് അവിടെ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. ആരെയും നമുക്ക് ബലം പിടിച്ചു നിർത്തി ഒന്നും ജോലി എടുക്കാനൊന്നും പണിയെടുപ്പിക്കാനൊന്നും സാധിക്കുന്നില്ല. അവർക്ക് ഫ്രീ സ്പേസ് കൊടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ ലൈഫും അതുപോലെ തന്നെ അവരുടെ വർക്കും എന്താണ് ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ് അതോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാല്? എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, കുറച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടാസ്കുകൾ അവർക്ക് എന്താണ് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ടാസ്കുകൾ കൊടുത്ത് അവരുടെ ഉത്തരവാദിത്വത്തോടെ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന ടെക്നിക്സ് അവിടെ ഉപയോഗിക്കുന്നത്. അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ട ഉത്തരവാദിത്തങ്ങളെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുന്നതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ പാർട്ടിസിപ്പേഷൻ അല്ലെ, എന്ത് രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ എന്തായിരിക്കണം അവർക്ക്? ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം അല്ലെ. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. മാനസികവും ശാരീരികമായിട്ടുള്ള പങ്കാളിത്തം അവരുടെ ജോലി സ്ഥലത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, job enlargement, the process of increase in the complication of the job within you appealing the higher order needs of workers അല്ലെ. തൊഴിലാളികളുടെ ഉയർന്ന ഓർഡർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലിയുടെ സങ്കീർണത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊരു ഓർഗനൈസേഷന്റെ ചുമതലകളുടെ ഒരു പ്രക്രിയയാണ് എന്ത്? ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. Expansion of duties. Yes. ഇനി ജോബ് റൊട്ടേഷൻ എന്താണ്? ജോബ് റൊട്ടേഷൻ ഷിഫ്റ്റിംഗ് അല്ലെ. ഷിഫ്റ്റിംഗ് ആണ്. one job to another job to reduce the monotony and boredom. ആളുടെ ആയകത്വവും ആ ഒരു വിരസതയും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റുന്നതും. Then
അത് മാത്രമല്ല അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജോബ് റൊട്ടേഷൻ കൊടുക്കുന്നത്. ഇനി ജോബ് എൻറിച്ച്മെന്റ് എന്താണ്? ജോബ് എൻറിച്ച്മെന്റ് changing or improving jobs. The workers like to become more inspired. So, vertical expansion of roles, responsibilities and authority. അത് underline ചെയ്യാട്ടോ. Job enrichment എന്ന് പറഞ്ഞാൽ എന്താണ്? Vertical expansion of roles, responsibilities and authority. The main goal എന്ന് പറഞ്ഞാൽ എന്താണ്? Job enrichmentന്റെ every employee into a manager. Turn every employee into a manager. Then reinforcement, another powerful motivation tool ആണ് എന്ത് reinforcement എന്ന് പറയുന്നത്. രണ്ട് principles ആണ് അതിൽ വരുന്നത്. എന്താണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ റിവാർഡ്സ് കൊടുക്കുന്നത്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പണിഷ്മെന്റ്, മറ്റ് നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുന്നതാണ് എന്ത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ വരുന്നത്. Then quality of work life. Nana. Quality of work lives. Underline creative task and a successful career to young and return. Underline here. Then flexible working hours. That's the last points underline here. Okay. Check underline it though. Extra employee morale. എന്താണ് എംപ്ലോയി മൊറൈൽ? നമ്മള് ക്വസ്റ്റ്യൻസിൽ കുറെ ഓപ്ഷൻസ് ഒക്കെ ഇട്ട് തന്നിരുന്നു എംപ്ലോയി മൊറൈൽ എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടാവും. ധാർമ്മികത അല്ലെ? അല്ലെ? നിങ്ങൾ എല്ലാവരും ധാർമ്മികത ഉള്ളവരാണോ? യെസ്. Okay. Morale means a feeling of enthusiasm, zeal, confidence in individual or groups that they will be able to handle the task allotted to them. Morale is a mental condition or attitude of individuals and groups that determines their readiness to cooperate. Okay. And then morale means feeling of enthusiasm, zeal, confidence in individuals or groups. Employees എല്ലാവരും മൊറയിലാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ്? ഒരു വ്യക്തിയിലായാലും അത് ഗ്രൂപ്പിലായാലും എന്താണ് ആള് അവർക്ക് തീക്ഷ്ണമായിട്ടും അല്ലെങ്കിൽ അവർ വളരെ ഇൻട്രസ്റ്റോട് കൂടി കോൺഫിഡന്റ് ആയിട്ട് ആ വർക്ക് തന്നിരിക്കുന്ന വർക്ക് എന്താണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെ? ധാർമ്മികമായിട്ട് അല്ലെങ്കിൽ എന്താണ് കോൺഫിഡന്റ് ആയിട്ട് സംതൃപ്തിയോട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെ? ചെയ്യാൻ പറ്റുന്നതാണ് എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത്. ഓക്കെ. Morale is a mental condition. അതൊരു മെന്റൽ കണ്ടീഷൻ ആണ് അല്ലെ? Or attitude of individuals and group that determines their readiness to cooperate. അതായത് തന്നിരിക്കുന്ന ജോലികൾ ഇൻഡിവിജ്വൽ ആയാലും ഗ്രൂപ്പ് ആയിട്ടായാലും തന്നിരിക്കുന്ന ജോലികൾ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് സഹകരണ മനോഭാവത്തോടെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. റെഡി റെഡിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വില്ലിംഗ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം എന്ത് അവര് ഒരു ധാർമ്മികതയുള്ളവരായിരിക്കണം അല്ലെ? അത് കംപ്ലീറ്റഡ് ആയിട്ട് അവർക്ക് ഉത്തരവാദിത്വത്തോടെ ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന ഒരു കോൺഫിഡൻസിനെയാണ് നമ്മുടെ എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഒരു മാനസികമായ ഒരു മനോഭാവമാണ് അല്ലെ? ഒരു മെന്റൽ പ്രോസസ്, മെന്റൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്, അവരുടെ ആറ്റിറ്റ്യൂഡാണ് എംപ്ലോയീസിന്റെ.
ഓക്കെ, അപ്പൊ ഏത് രീതിയിലും അവരുടെ സന്നദ്ധതയും അതുപോലെ തന്നെ എന്താണ് സഹകരണ മനോഭാവമൊക്കെ നിർണ്ണയിക്കുന്ന ആ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡാണ് എന്ത് എംപ്ലോയ് മൊറൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ജീവനക്കാരുടെ അഥവാ ധാർമ്മികത എന്ന് പറയുന്നത്, ജീവനക്കാരുടെ ധാർമ്മികത എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാട്ടോ. Good morale is evidenced by employees' enthusiasm, voluntary conformance with regulations and orders, and readiness to cooperate with others to accomplish of an organization objectives. എന്താണ് ഗുഡ് മൊറൈൽ എന്ന് പറയുമ്പോ? ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത് എന്താണ്? Employees' enthusiasm and voluntary conformance. ഒരു നല്ല ധാർമ്മികത എന്ന് പറയുന്നത് എന്താണ്? ഒരു നല്ല ജീവനക്കാരന്, അതായത് അവന് സ്വന്തമായ ഇൻട്രസ്റ്റോടുകൂടി അല്ലെ, സ്വന്തമായ ഇൻട്രസ്റ്റോടുകൂടും സഹകരണത്തോടും ഉത്തരവാദിത്വത്തോടും സ്വമേധയാ അല്ലെ, സ്വമേധയാ അവരുടെ ഇഷ്ടത്തോടുകൂടി അത് പൂർത്തീകരിക്കാനും അത് പാലിക്കാനും എന്താണ് അത് സന്നദ്ധതയോടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന അവരുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു മനോഭാവമാണ് എന്ത് ഒരു ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത് അല്ലെ. ഉത്തരവാദിത്തോടെ പാലിച്ചെടുക്കാനായിട്ട് കഴിയുന്ന ഒരു സന്നദ്ധതയാണ് എന്ത് ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെ, അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്ത് കാര്യമാണെങ്കിലും നമ്മളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സ്വമേധയാ അവന്റെ ഇൻട്രസ്റ്റോട് കൂടി സഹകരണ മനോഭാവത്തോടെ ഒരു എംപ്ലോയി ഒരു ജോലി ചെയ്ത് തീർക്കുന്നതിനെയാണ് എന്ത് ചെയ്ത് തീർക്കുന്നതിനെല്ലാം ജോലിയുടെ ആത്മാർത്ഥത കാണിക്കുന്നതിനെയാണ് ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് തീർക്കുന്നതിലൂടെയാണ് ആള് നല്ലൊരു ധാർമ്മികതയുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എംപ്ലോയി ആണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലെ. ഒരു ഗുഡ് മൊറൈൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? അയാൾ ചെയ്യുന്ന വർക്കില് അയാൾ വളരെ ഉത്തരവാദിത്തത്തോടെ വളരെ ഇൻട്രസ്റ്റോടുകൂടി കോൺഫിഡൻസോടെ അയാൾ ചെയ്ത് തീർക്കുന്നത് കണ്ടാൽ മാത്രമേ നമുക്ക് അയാളെ എന്ത് പറയാൻ പറ്റുള്ളൂ, അയാളെ ഗുഡ് മൊറൈൽ ആണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അല്ലെ. നല്ല ധാർമ്മികതയോടെ ആള് ജോലി ചെയ്ത് തീർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എംപ്ലോയി മൊറൈൽ എന്താണെന്ന് മനസ്സിലായോ? യെസ്, ഗുഡ്. ഇനി എംപ്ലോയി ഗ്രീവൻസ്. എംപ്ലോയി ഗ്രീവൻസസ് എന്താണ്? എംപ്ലോയി ഗ്രീവൻസസ് എന്ന് വെച്ചാൽ അവരുടെ പരാതികൾ അല്ലെ. എംപ്ലോയീസിന്റെ പരാതികൾ പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലാണ് വരുന്നത്. ഏതൊക്കെയാണ്? A complaint that affects one or more workers constitutes a grievance. അതായത് എന്താണ്? ഒരാളെ മാത്രം ബാധിക്കുന്ന കംപ്ലൈന്റ് അല്ല, ഒന്നോ അതിൽ കൂടുതൽ വർക്കേഴ്സിനെ ബാധിക്കുന്നതിനെ ഒരു പരാതിയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. മനസ്സിലായോ? A complaint that affects one or more workers constitutes a grievance. അല്ലെ, ഒരാളെ മാത്രമല്ല ഒന്നിൽ കൂടുതൽ ആളെ ബാധിക്കുന്ന അതിനെ നമ്മൾ പരാതിയായിട്ട് ഒരു കംപ്ലൈന്റ് ഗ്രീവൻസസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഇനി സെക്കൻഡ് എന്താണ്? A complaint become a grievance when the discontent which is mostly associated with work is brought to notice of the management. രണ്ടാമത്തെ കംപ്ലൈന്റ് എന്തുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്? which is mostly associated with work അല്ലെ, വർക്കുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളെ നോട്ടീസ് ചെയ്യപ്പെട്ടാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്തെങ്കിലും തരത്തിലുള്ള അസംതൃപ്തി അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവിടെ നമുക്ക് പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ്, കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോ അതിൽ കൂടുതൽ ജീവനക്കാര് അവർക്ക് അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റിയാണ് അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അതില് ആ വർക്കില് മാനേജ്മെന്റ് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കണ്ടന്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു കംപ്ലൈന്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. തേർഡ് എന്താണ്? A grievance is a written complaint filed by an employee at
ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. ഒന്നാമത്തെ കാറ്റഗറി എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയി രേഖാമൂലം റിട്ടേൺ ആയിട്ടുള്ള നൽകിയ എന്താണ് എന്തെങ്കിലും തരത്തിലാണ് അനാവശ്യമായിട്ടുള്ള പെരുമാറ്റങ്ങളോ അൺഫെയർ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? അനാവശ്യമായിട്ടുള്ള മോശമായ പെരുമാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്തരത്തില് റിട്ടേൺ കംപ്ലൈന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താണ് ആ രീതിയിലും കംപ്ലൈന്റ് മിസ്ബിഹേവിയർ കാണിച്ചാൽ എന്താണ് കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ 3 തരത്തിലാണ് എന്ത് എംപ്ലോയീസ് ഗ്രീവൻസസ് പരാതികൾ പ്രധാനമായിട്ടും കൊടുക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? 1 or more വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ, അതിൽ കൂടുതലും വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ. രണ്ടാമത്തേത് എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കണ്ടന്റോ അല്ലെങ്കിൽ വർക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസംതൃപ്തികളോ കാണിക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് നോട്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നോട്ടീസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരാതിയായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, വിത്ത് വർക്ക് അസോസിയേറ്റഡ് വിത്ത് വർക്ക് കേട്ടോ, അതാണ് ഇമ്പോർട്ടന്റ്. associated with the work is brought to notice of the management. മൂന്നാമത്തെ എന്താണ്? റിട്ടേൺ കംപ്ലൈന്റ് അല്ലെ. റിട്ടേൺ കംപ്ലൈന്റ് ഏതെങ്കിലും തരത്തിലുള്ള അൺഫെയർ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, അതായത് മിസ്ബിഹേവിയറോ അബ്യൂസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങള് ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പരാതി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ 3 തരത്തിലാണ് പരാതികൾ വരുന്നത്. ഇനി കേസസ് ഓഫ് ഗ്രീവൻസസ്, പരാതിയുടെ കാരണങ്ങൾ. ഈ 3 ടൈപ്സിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി പ്രത്യേകം എന്തൊക്കെ കാരണങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് നോക്കാം. കേസസ് ഓഫ് ഗ്രീവൻസസ് എന്തൊക്കെയാണ്? ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് വർക്ക് ഗ്രീവൻസസ് ആർ, പരാതിയുടെ കാരണങ്ങൾ നോക്കിയ എന്തൊക്കെ എക്സാമ്പിൾസ് ആണ്? റിഗാർഡിംഗ് വേജസ്, എന്താണ് റിഗാർഡിംഗ് വേജസ്? സാലറിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ വേജസുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതി. റിഗാർഡിംഗ് സൂപ്പർവിഷൻ, മേൽനോട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികള്. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, എന്താണ്? അതായത് ഓരോ വ്യക്തിഗതമായിട്ട് ഓരോ പേഴ്സൺസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് വ്യക്തിഗത പുരോഗതിയുമായി സംബന്ധിച്ച് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ. അത് ആദ്യത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ, ലാസ്റ്റത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ദെൻ ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ്, പിന്നെന്താണ്? പൊതുവായിട്ടുള്ള ജോലി സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികള്. ദെൻ കളക്റ്റീവ് ബാർഗൈനിങ്, എന്താണ്? കൂട്ടായിട്ടുള്ള വിലപേശല്. ഓക്കെ, അത് ഏത് കാറ്റഗറിയിൽ വരും? ഈ കളക്റ്റീവ് ബാർഗനിങ്ങില് ആദ്യത്തിൽ വരും അല്ലെ. കംപ്ലൈന്റ് അറ്റ് 1 or more വർക്കേഴ്സ്, ഒന്നോ ഇതിൽ കൂടുതലോ, ഇപ്പൊ ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും സാലറി കൂട്ടി കിട്ടണമെന്നുള്ള പരാതിയായിട്ട് വരുമ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? 1 or more വർക്കേഴ്സിൽ വരും അല്ലെ. ആ പരാതിയിലാണ് എന്ത് വരുന്നത്? കളക്റ്റീവ് ബാർഗനിങ് വരുന്നത്. ഓക്കെ, എന്തൊക്കെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ്? റിഗാർഡിംഗ് വേജസ് അല്ലെ, വേജസുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുക്കാം. മേൽനോട്ടവുമായി ബന്ധപ്പെട്ട് സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൊടുക്കാം. ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, വ്യക്തിഗതമായിട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ കൊടുക്കാം. ജനറൽ വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട്, ജനറൽ വർക്കിംഗ് കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാറ്റഗറിയിലായിരിക്കും ഇത് കൊടുക്കുന്നത്? ഇതിലേതിലായിരിക്കും ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ് വരുന്നത്? സെക്കൻഡിൽ അല്ലെ. ഇത് ഏതെങ്കിലും തരത്തിലുള്ള അസോസിയേറ്റഡ് വിത്ത് വർക്ക്, സെക്കൻഡിലായിരിക്കും എന്ത്? ജനറൽ വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ. ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. കളക്റ്റീവ് ബാർഗൈനിങ്. When the grievances redressal machinery works effectively, it satisfactorily resolves most of the dispute between labor and management. അതായത് ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രീവൻസ് റിഡ്രസൽ മെഷീനറി എന്ന് പറഞ്ഞാൽ പരാതി പരിഹാര യന്ത്രം അല്ലെ. ഒരു പരാതി പരിഹാര യന്ത്രം, ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെഷീനറി എല്ലാ ഓർഗനൈസേഷൻസിലും ഉണ്ടായിരിക്കും അല്ലെ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെഷീനറി ഉണ്ടായിരിക്കും, പരാതി പരിഹാര യന്ത്രം ഉണ്ടായിരിക്കും. അത് ഫലപ്രദമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? തൊഴിലാളിയെയും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കങ്ങള്
എന്താണ് ഭൂരിഭാഗങ്ങളും പരിഹരിച്ച് എഫക്റ്റീവായിട്ട് പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കും അല്ലെ. എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ പരാതികളും രേഖപ്പെടുത്താനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റോ ഭാഗങ്ങളോ ഇല്ലെങ്കിൽ എന്താണ് അത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതൊക്കെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു റെഡ്രസൽ മെഷീനറി അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെ. പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഒരു പൊസിഷൻസ് അവിടെ പരാതികൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ളത്? ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. റിസോൾവ് മോസ്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. ആരൊക്കെ തമ്മിലാണ്? മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള തർക്കങ്ങളും ഭൂരിഭാഗം തൃപ്തികരമായിട്ട് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഗ്രീവൻസ് റെഡ്രസൽ മെഷീനറീസ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. പരാതികൾ രേഖപ്പെടുത്തുന്ന പ്രത്യേക സംവിധാനങ്ങള് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ്മെന്റ് എന്ന ചാപ്റ്റർ തീർന്നു കേട്ടോ. എത്ര നാളായാലും ഇതിന്റെ ഉള്ളിൽ തന്നെ എടുക്കണേ? പോലെ 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 ഒരു മാസമായാ? എല്ലാ വലിയ ചാപ്റ്റേഴ്സ് ആണ്. എങ്ങനെ തീർക്കും? നമ്മുടെ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരിക്കും കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചാപ്റ്ററിന്റെ നമ്പർ എനിക്കറിയില്ല, പേര് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, എംപ്ലോയി ഗ്രീവൻസസിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? 18-ാം തീയതി തുടങ്ങി 18-ാം തീയതി തീർന്നോ? രാധിക ഭയങ്കര ഓർമ്മയാണല്ലോ. അപ്ഡേറ്റഡ് ആണ് രാധിക. ഇനിയുള്ള ചാപ്റ്റർ നമ്മൾ ഭയങ്കര സ്പീഡിൽ പോകട്ടോ. ഫോർട്ടീത്ത് ചാപ്റ്റർ ആണോ ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ഓക്കെ, അതാണ് എടുക്കാന്ന് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ടീച്ചേഴ്സ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ വരുവാണെങ്കിൽ ചിലപ്പോൾ ചാപ്റ്റർ മാറ്റും കേട്ടോ. അപ്പൊ എടുക്കുന്ന സമയത്ത് ഞാൻ പറയാം. എന്തായാലും ഡിസാസ്റ്റർ എടുക്കാനുള്ള തീരുമാനത്തിലാണ്. അതും ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ്. ഏറ്റവും വലിയ ചാപ്റ്റർ ആയിരുന്നു ഇത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഏറ്റവും വലിയ ചാപ്റ്റർ. ഇപ്പൊ ഇന്നത്തെ ഓക്കെ, എംപ്ലോയി മൊറയിലും ഒന്ന് ആരെങ്കിലും ഒന്ന് പറയാവോ? എംപ്ലോയി മൊറയിലും എംപ്ലോയി ഗ്രീവൻസസ് ഒന്ന് പറഞ്ഞേ. എല്ലാരും പേര് വിളിക്കുന്ന ആരും സംസാരിക്കില്ല. ഹരികൃഷ്ണനൊക്കെ ഒന്ന് എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു എന്ന് വായിക്കാൻ പറഞ്ഞിട്ട് വായിക്കണ്ട. വേറെ ആരെങ്കിലും ഒന്ന് വായിച്ചേ, ഒന്ന് പറഞ്ഞേ. വായിക്കും, നിങ്ങക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി. അത് വായിക്കണമെന്നില്ല, മനസ്സിലായത് പറഞ്ഞാൽ മതി. പറഞ്ഞോ. മൈക്രോഫോൺ ഓൺ ആണ്. എംപ്ലോയി മൊറയിൽന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിലോ ഉള്ളവർക്ക് അവരുടെ ഒരു മെന്റൽ കണ്ടീഷനാണത്. അതായത് ഒരു വർക്ക് അവരുടെ താല്പര്യത്തോടു കൂടി, ഉത്സാഹത്തോടു കൂടി, കോൺഫിഡൻസോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നതിനെ പറയുന്നതാണ് മൊറൽ. ഒരു ഗുഡ് മൊറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനെയൊക്കെ സ്വമേധയാ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് ഒരു എംപ്ലോയിക്ക് ജോലിയോട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതിനെയാണ് ഗുഡ് മൊറൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞേ എംപ്ലോയി ഗ്രീവൻസസ് എന്ന് പറഞ്ഞേ. ഏതൊക്കെ ടൈപ്സ് ഓഫ് പരാതികളാണ് അവിടെ വരുന്നത്? പറയട്ടെ. പറഞ്ഞു. സിഎ മാത്രമുള്ള ക്ലാസ്സില്?
റിഗാർഡിംഗ് വേജസ്, റിഗാർഡിംഗ് സൂപ്പർവിഷൻ, അതായത് സാലറിയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൊടുക്കാം. പിന്നെ സൂപ്പർവൈസേഴ്സ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എക്സാമ്പിൾ അല്ല, കേസസ് അല്ല ചോദിച്ചത്. ഏതൊക്കെ ടൈപ്സിലാണ് വരുന്നത് പരാതികൾ എന്നാണ് ചോദിച്ചത്. ഒരു സെക്കൻഡ് മാം. The complaint that affects അതായത് കംപ്ലൈന്റ് നമ്മൾ എഴുതി കൊടുക്കുന്ന കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മളായിട്ട് അതായത് കസ്റ്റമർ അതായത് അസോസിയേറ്റഡ് വിത്ത് വർക്ക് അല്ലേ, വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഡിസ്കണ്ടന്റുകൾ കണ്ടുപിടിച്ചാല് ഓക്കെ, വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം. പിന്നെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞേ കംപ്ലൈന്റ് അഫക്ട്സ് വൺ ഓർ മോർ വർക്കേഴ്സ്. ഒരുപാട് വർക്കുകൾ കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. പിന്നെ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാം. ഒന്നോ അതിൽ കൂടുതലോ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ വർക്കേഴ്സിന്റെ പരാതികൾ ഉണ്ടെങ്കിൽ അതും ഒരു കാറ്റഗറിയാണ്. അസോസിയേറ്റഡ് വിത്ത് വർക്കുമായി ബന്ധപ്പെട്ടത് ഒരു കാറ്റഗറിയാണ്. പിന്നെ എന്താണ്, എന്തെങ്കിലും അൺഫെയർ ട്രീറ്റ്മെന്റ് കണ്ടാൽ അല്ലെ, അൺമിസ്യൂസിംഗ് ആയിട്ടുള്ള ബിഹേവിയറോ എന്തെങ്കിലും തരത്തിലുള്ള ബിഹേവിയർ ഉണ്ടെങ്കിലും റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. കേസസ് എന്ന് പറഞ്ഞ വേറെ ആരെങ്കിലും എന്തൊക്കെ കേസസ് ആണ് വരുന്നത്? റിഗാർഡിംഗ് വേജസ്, സാലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികള്, പിന്നെ മേൽനോട്ട് മറ്റേ സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ട്. പിന്നെ വ്യക്തിഗതമായ പുരോഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികള്, ദെൻ ജനറൽ വർക്കിംഗ് കണ്ടീഷൻ, പൊതുവായ ജോലി സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, ദെൻ കളക്റ്റീവ് ബാർഗെയിനിങ്. വെരി ഗുഡ്. ഓക്കെ, മിസ്സേ കളക്റ്റീവ് ബാർഗൈനിങ് എന്താ ഉദ്ദേശിക്കുന്നത് എന്നോട് പറഞ്ഞുതരും. കൂട്ടായ വിലപേശൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു വർക്കർ അല്ല, ഒന്നോ അതിൽ കൂടുതൽ വർക്കേഴ്സ് ചേർന്നിട്ട് അപ്പൊ അവർക്ക് സാലറി ഒരുമിച്ച് കിട്ടണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും അങ്ങനെ ഇത്ര കുറവായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇത്ര കൂട്ടി കിട്ടാനായിട്ട് ഒരാണ് മാത്രമല്ല, എല്ലാവരും കൂടിയായിരിക്കും അത് പറയുന്നത്. അത് സാലറിയുടെ കാര്യം മാത്രമല്ല. എന്തോ അത് ആ കമ്പനിയുടെ മേലെ കൊടുക്കുന്നതല്ലേ, കമ്പനിയുടെ പേരില്, മാനേജ്മെന്റിന്റെ പേരിൽ കൊടുക്കുന്നത്. കമ്പനിയുടെ മേലെ നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മളുടെ ആവശ്യങ്ങൾ, വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് ഒറ്റയ്ക്കല്ലാതെ ഒരു കൂട്ടമായിട്ട് വിലപേശം എന്നുള്ള മീനിങ്ങിലാണ് കളക്റ്റീവ് ബാർഗൈനിങ്ങിനോട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇൻഡിവിജ്വൽ അല്ല, എല്ലാവരും കൂടി എല്ലാ വർക്കേഴ്സും യൂണിയൻ ആയിട്ട് കൊടുക്കുന്നത്. യൂണിയൻ ആയിട്ട് കൊടുക്കും. യെസ് യെസ്. ഓക്കെ, ഓക്കെ, ലീവ് ചെയ്തോളൂ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.